ഹായ് സ്റ്റുഡൻസ്, ബികോം, BBA, MCOM, MBA തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ബിസിനസ് ലോയും അനുബന്ധ വിഷയങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ ഈ പ്രസന്റേഷനോട് ഉദ്ദേശിക്കുന്നത്. ആൻ ഇൻട്രഡക്ഷൻ ടു ബിസിനസ് ലോ. ഇന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന BCom, BBA, MCOM, MBA പോലുള്ള കോഴ്സുകൾക്കായാലും CA, CMA, CS പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഒപ്പം തന്നെ LLB, LLM പോലുള്ള കോഴ്സുകൾക്കുമൊക്കെ ബിസിനസ് ലോ ഒരു പ്രധാന വിഷയമാണ്. ബിസിനസ് ലോ അല്ലെങ്കിൽ പുതിയ പേര് ഡിഗ്രി തലത്തിൽ അതിന് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. BRF എന്ന ഓമന പേരിൽ വിളിക്കുന്ന ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ലോ. ഇതിന്റെ ആദ്യകാലത്തെ പേരെന്ന് പറയുന്നത് മെർക്കന്റൈൽ ലോ എന്നായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ 60-70 കാലഘട്ടത്തിലൊക്കെ BCom ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന ഒരു പേപ്പറായിട്ട് മെർക്കന്റൈൽ ലോ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ എന്നായിരുന്നു ആദ്യം. മെർക്കന്റൈൽ ലോ മീൻസ് ലോ റിലേറ്റിംഗ് ടു മെർച്ചൻഡൈസ്. മെർച്ചൻഡൈസ് മീൻസ് ഗുഡ്സ്. ഇപ്പൊ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട നിയമം എന്നർത്ഥത്തിൽ എല്ലാത്തിന്റെ ബേസ് കോൺട്രാക്ട് ആക്ട് ആയതുകൊണ്ട് കോൺട്രാക്ട് ആക്ടും അനുബന്ധമായിട്ടുള്ള മറ്റ് ആക്ടുകളും, സെയിൽ ഓഫ് ഗുഡ്സ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി തുടങ്ങിയിട്ടുള്ള ആക്ടുകളെല്ലാം കൂടി ചേർത്ത് ഒപ്പം അത് ഇൻഡസ്ട്രിയൽ ലോയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പേപ്പറായിട്ടാണ് മെർക്കന്റൈൽ ലോ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്നു ഡിഗ്രി തലത്തിലും മറ്റും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ പേര് കൊമേഴ്സ്യൽ ലോ എന്നാക്കി. വീണ്ടും അത് മാറ്റിയിട്ട് ബിസിനസ് ലോ എന്ന് കൊണ്ടുവന്നു. അതേസമയം തന്നെ പല യൂണിവേഴ്സിറ്റികളും ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ്, ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ബിസിനസ്, ലീഗൽ എൻവയോൺമെന്റ് ഓഫ് ബിസിനസ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ആ തരത്തിലൊക്കെ പേരുകൾ കൊടുത്തിരുന്നു വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ ഈ പറഞ്ഞ വിവിധ കോഴ്സുകൾക്ക്. അത് BCom, BBA, MCOM, MBA പോലുള്ള കോഴ്സുകൾക്ക്. എങ്കിലും ഇത് പൊതുവിൽ അതിനെ ബിസിനസ് ലോ എന്ന് തന്നെയാണ് അറിയപ്പെടുക. എങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഡിഗ്രി തലത്തിൽ അതിനെ BCom, BBAക്കും ഒക്കെ BRF അല്ലെങ്കിൽ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയും. പേരെന്തായാലും എല്ലാത്തിന്റെ ഉള്ളടക്കം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇനി ബിസിനസ് ലോ കൂടാതെ തന്നെ അനുബന്ധമായിട്ടുള്ള ചില സബ്ജക്റ്റുകൾ, ഉദാഹരണത്തിന് കമ്പനി ലോ, സൈബർ ലോ, കമ്പനി ലോയും സൈബർ ലോയും ഇൻകം ടാക്സ് ലോ തുടങ്ങിയിട്ട് ബിസിനസ് രംഗമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില നിയമങ്ങൾ നമുക്ക് സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് പഠിക്കണമെങ്കിലും അതെല്ലാം തന്നെ ഇന്നത്തെ നമ്മുടെ ഇൻട്രഡക്ഷന്റെ പരിധിയിൽ ഞാൻ ഉൾപ്പെടുത്തുക. ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് BRF എന്ന് പറയുന്ന ബിസിനസ് ലോ ആയാലും, അല്ലെങ്കിൽ ലോ ഫോർ ബിസിനസ് ഓർ ലീഗൽ എൻവയോൺമെന്റ് ഓഫ് ബിസിനസ് ആയാലും, അതായത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആയാലും, ഇനി അതല്ല മറ്റു തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ലോ, ലേബർ ലോ, കമ്പനി ലോ, സൈബർ ലോ തുടങ്ങിയ ലോകളായാലും എല്ലാ ലോസിനുമുള്ളൊരു ഇൻട്രഡക്ഷൻ ടു ലോ. ഇപ്പൊ സാധാരണഗതിയിൽ റിസൾട്ട് വരുമ്പോൾ പല കുട്ടികൾക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പേപ്പറായി മാറുന്നു ഇന്ന് ബിസിനസ് ലോ, അല്ലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ശ്രദ്ധിച്ചാൽ മറ്റുള്ള മാത്തമാറ്റിക്സ്, അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങൾ പോലെ 100% മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു പേപ്പറാണിത്. പക്ഷെ എന്തുകൊണ്ടോ കുട്ടികളുടെയൊക്കെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന റിസൾട്ട് ഒരു മിനിമം മാർക്ക് കൊണ്ട് മാത്രം പാസ്സാവുന്ന ഒരു അവസ്ഥയാണെന്ന് കാണുന്നത്. പല അധ്യാപകരത്ത് നന്നായി പഠിപ്പിച്ചാലും വിദ്യാർത്ഥികൾ എത്ര നന്നായി പഠിച്ചാലും എന്തുകൊണ്ടോ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആ ഒരു ഹൈ മാർക്ക് വാങ്ങാൻ പറ്റാതെ വരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് ലോയും BRF ഒക്കെ ഡിഗ്രി തലത്തിലും PG തലത്തിലും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ പഠിക്കാൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ലാറ്റിൻ മാക്സിമാണ് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസറ്റ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഒരു രാജ്യത്തുള്ള ഓരോ സിറ്റിസണും ഓരോ പൗരനും ആ രാജ്യത്തെ നിയമം അറിയാനുള്ള ബാധ്യതയുണ്ട്. എല്ലാ രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പാക്കാനായിട്ട് നിയമങ്ങൾ പാസ്സാക്കുന്നു. ആ നിയമങ്ങൾ പാസ്സാക്കുന്ന സംവിധാനം നിങ്ങൾക്കറിയാം. 3 ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ 3 സംവിധാനങ്ങളുണ്ട്. അതിൽ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന പാർലമെന്റിലും മറ്റും ആദ്യ നിയമം നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ദ ലോസ് ആർ മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. പാർലമെന്റും നിയമസഭയും രാജ്യസഭയൊക്കെ അടങ്ങുന്ന ആ ഒരു ലോ മേക്കിംഗ് ബോഡി എന്ന് പറയാവുന്ന ലെജിസ്ലേച്ചറാണ് നിയമങ്ങൾ നിർമ്മിക്കുക. അത് നടപ്പാക്കുന്നതാണ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ്സ് ദ ലോസ് ആൻഡ് ദ ജുഡീഷ്യറി ഇന്റർപ്രറ്റ്സ് ദ ലോ. സോ ദ 3 ഓർഗൻസ് ഓഫ് സ്റ്റേറ്റ്, legislature, executive and judiciary. So among these 3 organs of the state, the legislature deals with the preparation or making of the law. The law making body, that is the legislature, parliament and other
ഞാൻ പറഞ്ഞ നിയമനിർമ്മാണ സഭകൾ. അപ്പോൾ അവിടെ ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിധിയിലാണത്. ഇപ്പോൾ നമ്മുടെ മദർ ലോ എന്നോ സുപ്രീം ലോ എന്നോ അറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അതനുസരിച്ചാണ് ഈ പറഞ്ഞ നിയമങ്ങൾ പാർലമെന്റിലും മറ്റും പാസ്സാക്കുക. അപ്പോൾ അതിനൊരു നടപടിക്രമമുണ്ട്. അത് വിശദമായിട്ട് ചുരുക്കി ഒന്ന് പറയാം. നമ്മളിപ്പോൾ ആദ്യം ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ല് അവിടെ ചർച്ച ചെയ്യുന്നു, ചർച്ച കഴിഞ്ഞ് തർക്കമുണ്ടെങ്കിൽ അത് വോട്ടിനിടുന്നു, വോട്ടിനിട്ട് പാസ്സാവുകയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ്, ബഹുമാനായ ഇന്ത്യൻ പ്രസിഡന്റ് അത് സൈൻ ചെയ്യുന്നു, അത് നിയമമായിട്ട് മാറുന്നു. അപ്പോൾ ആ രീതിയിലാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുക. എല്ലാ രാജ്യങ്ങളിലും ഏതാണ്ട് ഡെമോക്രാറ്റിക് കൺട്രീസിലൊക്കെ തന്നെ പ്രൊസീജിയർ ഇതാണ്, നമ്മുടെയും പ്രൊസീജിയർ ഇതാണ്. അപ്പോൾ അങ്ങനെ നിയമം എനാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ an act is enacted in the parliament, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ അത് എനാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റായിട്ട് മാറും. ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, ലെജിസ്ലേഷൻ തുടങ്ങിയ വ്യത്യസ്ത പേരുകൾ നമ്മളതിനെ വിളിക്കുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണ്. ഇനി പൗരൻ എന്നുള്ള കൺസെപ്റ്റ് വിട്ട് നമ്മളിപ്പോൾ വിദ്യാർത്ഥിയുടെ കാര്യം നോക്കുകയാണെങ്കിലും എ സ്റ്റുഡന്റ് ഓഫ് ബിസിനസ്, എ ബിസിനസ് സ്റ്റുഡന്റ് മസ്റ്റ് നോ ലോ. ഒരു കോമേഴ്സ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മാനേജ് വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ലോ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട്? ഒന്ന്, മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് പോരായ്മ, അതാണ് പരിഹരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ തന്നെ ബിസിനസ് രംഗത്ത് എത്തിപ്പെടുന്ന ഏതൊരു വിദ്യാർത്ഥിയും ആസ് എൻ എക്സിക്യൂട്ടീവ് ഓർ ആസ് എൻ എംപ്ലോയി ഓർ ആസ് എ ബിസിനസ് മാൻ, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയാലും, അതല്ല നിങ്ങൾ തൊഴിൽ അന്വേഷകരായി നടന്ന് ജോബ് സീക്കേഴ്സായിട്ട് നടന്നിട്ട് ഒരു ജോബ് നേടി എക്സിക്യൂട്ടീവ് പോസ്റ്റോ അതല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ജോലി ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിൽ നേടിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ആ ബിസിനസ് രംഗത്ത് എത്തിയാൽ നിയമം അറിയാൻ ബാധ്യസ്ഥരാണ്. ഇനി ജോബ് പ്രൊവൈഡേഴ്സായിട്ട് മാറുകയാണെങ്കിലും ജോബ് സീക്കേഴ്സ് ആൻഡ് ജോബ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ ജോബ് സീക്കേഴ്സ് ആയാലും ജോബ് പ്രൊവൈഡേഴ്സ് ആയാലും യു ഷുഡ് നോ ലോ, ബിസിനസ് ലോ തറവായി അറിഞ്ഞിരിക്കേണ്ട ഒരു രംഗമാണ് ബിസിനസ് രംഗം. കാര്യം ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിൽ, എഫക്റ്റീവ് റണ്ണിങ്ങിൽ, എഫിഷ്യന്റ് റണ്ണിങ്ങിൽ, എക്കണോമിക് റണ്ണിങ്ങിൽ, അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസിൽ, അല്ലെങ്കിൽ അതിന്റെ സക്സസിൽ, സർവൈവല് തീർച്ചയായിട്ടും ഈ നിയമം പാലിക്കുക എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഓരോ വ്യക്തിയുടെയും റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞ മെർക്കന്റൈൽ പേഴ്സൺസ് ഓർ ബിസിനസ് മെൻ, ബിസിനസ് ഡീലിംഗ്സിൽ, മെർക്കന്റൈൽ ഡീലിംഗ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് വ്യക്തമായിട്ട് എല്ലാ നിയമങ്ങളിലെയും പ്രൊവിഷൻസിൽ ഉണ്ട്. അപ്പോൾ അതറിയാൻ ഒരു സാധാരണക്കാരൻ ബാധ്യസ്ഥരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഗ്നോറൻഷ്യ ജൂറീസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് പറഞ്ഞ അവർ ലീഗൽ മാക്സിം, ലാറ്റിൻ മാക്സിമിൽ പറയുന്ന പോലെ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്ന് സാധാരണ പൗരനെ പറ്റി പറയുന്ന പോലെ തന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ദ ബിസിനസ് മാൻ and all those persons dealing with the business and persons inside the business, or a person who is having some interest in the business should know law. But business law is a must for a business student. That is why this paper is included in commerce and management syllabus. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അല്ലെങ്കിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ വിവിധ പ്രോഗ്രാമുകൾക്ക്, പിന്നെ കോഴ്സ് എന്നൊക്കെ മാറി പ്രോഗ്രാം എന്ന് പറയാം, വിവിധ പ്രോഗ്രാമുകൾ, ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം ആയാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം ആയാലും പ്രൊഫഷണൽ പ്രോഗ്രാംസ് ആയാലും അവിടെയെല്ലാം ലോ സംബന്ധമായ പേപ്പറുകളുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ലോ അല്ലെങ്കിൽ BRF, ലോ ഫോർ ബിസിനസ്, ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ബിസിനസ്, ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്, ലീഗൽ എൻവയോൺമെന്റ് ഓഫ് ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പറുണ്ട്. അനുബന്ധമായിട്ട് ഇപ്പോൾ ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഉള്ള ആക്ടുകളുടെ ബാഹുല്യ നിമിത്തം കമ്പനി ലോ പ്രധാനപ്പെട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. അത് കമ്പനി അഡ്മിനിസ്ട്രേഷൻ, കോർപ്പറേറ്റ് റെഗുലേഷൻ, ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കമ്പനീസ് എന്ന വ്യത്യസ്തമായ രീതിയിൽ കമ്പനീസ് ആക്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, അത് ഏതാണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഈസിയായിട്ട് മാർക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ്. വ്യത്യസ്തമായ ഒരു പേപ്പർ ആണെങ്കിൽ പോലും. അതുപോലെ സൈബർ ലോ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഒക്കെ വന്ന് നമ്മുടെ സൈബർ വേൾഡിന്റെ ആ ഒരു സൈബർ വേൾഡിലെ മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ സൈബർ ക്രൈംസ് ഒക്കെ കൂടിയപ്പോൾ അതിന് നിയമങ്ങൾ കൊണ്ടുവന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതും നമ്മുടെ പരിധിയിൽ വരുന്നതാണ് സൈബർ ലോ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ലോ, ലേബർ ലോ, തൊഴിൽ നിയമങ്ങൾ, നമുക്കേറെ അതിന് 44ഓളം തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പം ക്രോഡീകരിച്ചാണ് 4 ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നിയമങ്ങൾ ധാരാളം നമുക്കുണ്ട് പല പേരിൽ. ഞാനീ പറഞ്ഞ ബിസിനസ് ലോ ആയാലും, അതല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോ എന്ന് വിളിച്ചാലും, അതല്ലെങ്കിൽ കമ്പനി ലോ ആയാലും, ടാക്സേഷൻ ലോ ആയാലും, ലേബർ ലോ ആയാലും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലോ ആയാലും, സൈബർ ലോ ആയാലും, ഇതിനെല്ലാം ഒരു പൊതുവായ ചില ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ആൻസർ, ദ ക്വാളിറ്റി ഓഫ് ദ ആൻസർ, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സംബന്ധിച്ച്
നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ആൻസർ അടങ്ങുന്ന ഉത്തരക്കടലാസ് വാല്യൂ ചെയ്ത അധ്യാപകൻ നിങ്ങൾക്ക് മാർക്ക് തരണമെങ്കിൽ അതിനകത്തുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ കേക്കിന് ഐസിങ് പോലെ, അല്ലെങ്കിൽ പാചകത്തിൽ നമ്മൾ മസാല ഒക്കെ ചേർക്കുന്ന പോലെ, അല്ലെങ്കിൽ മേമ്പൊടി ചേർക്കാമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഭരണങ്ങൾ പോലെ ഒരു ആൻസർ ബുക്കിനെ നമുക്കൊന്ന് അണിയിച്ചൊരുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിലോ പൊതുവേ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നൊരു പേപ്പറാണ്. 100% മാർക്കും വാങ്ങിക്കാം. പക്ഷേ പല കുട്ടികൾക്കും അത് കിട്ടുന്നില്ല. അത് ചില മേഖലകളിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അത് എവിടെയൊക്കെ ശ്രദ്ധിക്കാം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ലോയുടെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us know the structure of an act. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ തുടങ്ങി നമ്മൾ ഈ അടുത്ത കാലത്ത് പാസ്സാക്കിയ നിയമങ്ങൾ വരെയുള്ള ഓരോ നിയമങ്ങൾ നോക്കുകയാണെങ്കിലും അതിനെല്ലാം ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ IPC ആയാലും ഇന്ത്യൻ പീനൽ കോഡ് ആയാലും മറ്റുള്ള ഏത് നിയമങ്ങൾ നോക്കുകയാണെങ്കിലും there is a common structure. First of all, there will be a preamble. ഏതൊരു നിയമത്തിലും അവിടെ ഒരു പ്രിയാമ്പിൾ ഉണ്ടാവും. ആമുഖം എന്ന് പറയുന്ന പ്രിയാമ്പിൾ. എല്ലാ നിയമങ്ങളിലും there will be പ്രിയാമ്പിൾ, ആമുഖം. അത് കഴിഞ്ഞാൽ ആ ഒരു നിയമത്തിന്റെ പേര്, അതിന്റെ ടൈറ്റിൽ എന്ന് വിളിക്കാം. പേര്, അത് ഏതൊക്കെ പ്രദേശങ്ങളിൽ ബാധകമായിരിക്കും, അതുപോലെ അത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെന്റ് ആൻഡ് കമൻസ്മെന്റ് എന്ന് പറയും. നിങ്ങളെല്ലാം പഠിച്ചു തുടങ്ങിയ അതേ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവാം, ലൈനിപ്പോൾ കേൾക്കും. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെന്റ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ മീൻസ് ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872 ഓർ കമ്പനീസ് ആക്ട് ഓഫ് 2013 ഓർ ഫാക്ടറീസ് ആക്ട് ഓഫ് 1948 എന്ന് പറയുമ്പോൾ അത് പാസ്സാക്കിയ വർഷം കൂടെ ചേർത്തുകൊണ്ട് അതിനൊരു പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേര്, അതാണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയാം, ഷോർട്ട് ടൈറ്റിൽ. അതിന്റെ ചുരുക്കത്തിൽ അതിന്റെ ഒരു പേര് നമ്മൾ ആദ്യം കൊടുക്കുക. എല്ലാ നിയമങ്ങളിലും ആദ്യം പറയുന്നത് ദിസ് ആക്ട് വിൽ ബി നോൺ ആസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഓഫ് 1881 ഓർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 എന്ന് പറയുന്ന അതിന്റെ ടൈറ്റിലാണ്. സോ ദ ടൈറ്റിൽ വിൽ ബി ഗിവൺ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ആഫ്റ്റർ ദ preamble. After the heading preamble, there will be the next heading, that is the short title, extend and commencement. രണ്ട് കാര്യങ്ങളുണ്ട്, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. എക്സ്റ്റെൻഡ് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇത് ബാധകമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൽ നമുക്ക് വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കാശ്മീർ പോലെ ഉണ്ടായിരുന്ന നമുക്ക് പ്രത്യേക പദവികളുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ നിയമം ബാധകമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ബാധകമാണോ, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളെ ഒഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ ബാധകമാണോ എന്ന് പറഞ്ഞിരിക്കും. സോ ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ, ഓർ ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പദവി എടുത്ത് കളഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അതിനും ബാധകമായിരിക്കില്ല. എങ്കിലും സാധാരണ പറയുക എല്ലാ ആക്ടിലും ഇപ്പോൾ കാണുന്ന ഇതാണ്, ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ ഓർ ദിസ് ആപ്ലിക്കബിൾ ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അതാണ് ഇതിന്റെ എക്സ്റ്റെന്റ്, പരിധി, എവിടെ വരെ ഇത് ബാധകമായിരിക്കും, ഇതെവിടെയൊക്കെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. ദറ്റ് ഈസ് എക്സ്റ്റെന്റ്. ദെൻ കമൻസ്മെന്റ്, ഇത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ഈ ഒരു ആക്ട് പ്രസിഡന്റ് ഒപ്പിടുന്ന അന്ന് മുതലാണോ, അതിൽ മുൻകാല പ്രാബല്യമുണ്ട്, അതിൽ പിൻകാല പ്രാബല്യത്തിലാണോ. ഒരു ആക്ട് അത് ഇപ്പോൾ 1 ഏപ്രിൽ അല്ലെങ്കിൽ 1 മാർച്ച് ഓർ 1 സെപ്റ്റംബർ അങ്ങനെ പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും എല്ലാ ആക്ടുകളുടെയും കമൻസ്മെന്റ് പറയുന്നത്, ആ വർഷത്തോടെ ചേർത്തിട്ട്. അപ്പോൾ അത് മുൻകാല പ്രാബല്യമാണോ പിൻകാല പ്രാബല്യമാണോ, അതിൽ പല സമയങ്ങളിലായിട്ടാണ്. ചില ഉദാഹരണം അവിടെ കമ്പനീസ് ആക്ട് ഓഫ് 2013 ആദ്യം അത് കുറച്ച് സെക്ഷൻസ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പിന്നെ അടുത്ത ദിവസം അങ്ങനെ ഓരോ ഡേറ്റുകളായിട്ടാണ് അത് വന്നത്, ഭാഗികമായിട്ടാണോ, അങ്ങനെയും വരാം. അപ്പോൾ എന്തായാലും ഒരു ഡേറ്റ് ഉണ്ടാവും, ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രിയാമ്പിൾ കഴിഞ്ഞാൽ വരുന്നത്. ഒരു ലോയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ആക്ടിന്റെ സ്ട്രക്ചർ, പാർലമെന്റിലും മറ്റും എനാക്ട് ചെയ്യപ്പെടുന്ന ഒരു ആക്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യം പ്രിയാമ്പിൾ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ പ്രിയാമ്പിളുണ്ട്. ആമുഖം, എന്തിനു വേണ്ടി ഈ നിയമം കൊണ്ടുവന്നു, ഏത് സാഹചര്യത്തിൽ കൊണ്ടുവന്നു, അതിന്റെ ഓബ്ജക്റ്റ് എന്താണെന്നുള്ള വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞാണ് 3 കാര്യങ്ങൾ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. പിന്നെ വരുന്നത് ഈ ഒരു ആക്ടിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോൺട്രാക്ട് ആക്ട് ആയിക്കോട്ടെ, കോൺട്രാക്ട് ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും, ഉദാഹരണം കോൺട്രാക്ട്, എഗ്രിമെന്റ്, അങ്ങനെയുള്ള ഓരോ പദങ്ങളുടെയും അർത്ഥം എന്തെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനീസ് ആക്ട് ആണെങ്കിൽ വാട്ട് ഈസ് എ കമ്പനി, ഷെയർ എന്താണ്, ഡിബെഞ്ചർ എന്താണ്, സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അല്ലെ പ്രൈവറ്റ് കമ്പനി എന്ത്, പബ്ലിക് കമ്പനി എന്ത്, അങ്ങനെ വ്യക്തമായിട്ട് അതിന്റെ മീനിങ് കൊടുക്കേണ്ടതുണ്ട്. അല്ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഹു ഈസ് എ കൺസ്യൂമർ, വാട്ട് ഈസ് കംപ്ലൈന്റ്. അപ്പോൾ ആ രീതിയിൽ ഓരോ വാക്കുകളുടെയും അർത്ഥം, കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകത ഓരോ വാക്കിനല്ല, സാധാരണ എല്ലാ ഭാഷയുടെ ഓരോ വാക്കുകൾക്കും സാഹചര്യം അനുസരിച്ച് അർത്ഥങ്ങൾ മാറാം, ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച്.
നൗണായിട്ട് വെർബായിട്ടൊക്കെ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ അർത്ഥവ്യത്യാസമുള്ള ഓരോ വാക്കുകളും ഈ ഒരു ആക്റ്റിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. കോടതിയിൽ ഒരു വിഷയമായിട്ട് വരുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ വളച്ചൊടിക്കപ്പെടാതിരിക്കാൻ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ ഒരു ഇന്റർപ്രിട്ടേഷൻ ഇത് സംബന്ധിച്ചുണ്ടാവും. ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് വിളിക്കുന്ന ആ ഓരോ വാക്കുകളും വ്യാഖ്യാനിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അതാണ് അടുത്തത്. ആദ്യം പ്രിയാമ്പിൾ, രണ്ടാമതായിട്ട് 3 കാര്യങ്ങൾ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, പിന്നെ വരുന്നത് ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് വിളിക്കുന്ന ഡെഫിനേഷൻസിന്റെ ഒരു സെക്ഷനാണ്. നിങ്ങൾ ഏത് നിയമം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം ദർ വിൽ ബി മീനിങ് ഓഫ് ദ ടേംസ്. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ കോൺട്രാക്ട്, അഗ്രിമെന്റ്, വോയിഡ് കോൺട്രാക്ട്, വാലിഡ് കോൺട്രാക്ട്, അതിൻ്റെ എല്ലാം മീനിങ് ഇങ്ങനെ കൺസിഡറേഷൻ ഓരോന്നിൻ്റെയും ഒരു പ്രത്യേക സെക്ഷനിൽ സെക്ഷൻ 2A-B-C എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്തത്. ദറ്റ് ഈസ് ദ ഡെഫിനേഷൻസ് ഓർ ഇന്റർപ്രിട്ടേഷൻ ക്ലോസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആ നിയമത്തിൽ എന്തൊക്കെയാണോ പറയാനുള്ളത് അത് ഓരോരോ ചാപ്റ്ററുകളിലായിട്ട് നമ്പർ ഇട്ട് കൊടുത്തേക്കും. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറയാം. അപ്പോൾ അടുത്തത് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്. 1 പ്രിയാമ്പിൾ, 2 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, 3 ഡെഫിനിഷൻസ്, 4 ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്. ഇനി ഇത് കൂടാതെ മിക്കവാറും എല്ലാ ആക്ടിലും അനുബന്ധമായ ചില കാര്യങ്ങൾ, സം ഷെഡ്യൂൾസ്, സം ഫോംസ് ഉണ്ടാവും, ചില ലിസ്റ്റുകൾ. കാരണം കമ്പനീസ് ആക്ട് നമ്മൾ ടേബിൾ A, ടേബിൾ B എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ലേബർ ഫാക്ടറീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ, അല്ലെ മിനിമം വേജ് ആക്ട് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും ചില ലിസ്റ്റുകൾ, ചില ഇൻഡസ്ട്രീസിന്റെ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ സം ലിസ്റ്റ് ഓർ സം അഡീഷണൽ ഇൻഫർമേഷൻ, സം ഷെഡ്യൂൾസ്, ചില പട്ടികകൾ, ചില ഫോംസ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കാം. അത് അവസാന അപ്പൻഡിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയാണ് സാധാരണ ഏതൊരു ആക്ടിന്റെയും സ്ട്രക്ചർ എന്ന് പറയാം. ഒരു ആക്ടിന്റെ, അത് കമ്പനീസ് ആക്ട് ആയാലും കോൺട്രാക്ട് ആക്ട് ആയാലും ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ആയാലും ഏത് ആക്ടിലും, അല്ലെങ്കിൽ സൈബർ ലോ ആയാലും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആയാലും അവിടെ എല്ലാം തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഓരോ ഹെഡിങ്ങൾ ഉൾപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിയാമ്പിൾ, ദെൻ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, then definitions or interpretation clause, then important provisions, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, important provisions and also the appendix or additional information. So there is a common structure of any act. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞത് പ്രിയാമ്പിള്, രണ്ടാമത് പറഞ്ഞത് സെക്ഷൻ 1 എന്ന് പറയാം. ഒരു നിയമത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഓരോന്നും ഓരോ നമ്പർ ഇട്ടാണ് കൊടുക്കുക. ഓരോ ചാപ്റ്ററിലായിട്ട് ഓരോ നമ്പർ ഇട്ട് കൊടുക്കും. അതാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ 470 സെക്ഷനുണ്ട്. ഈ 470 സെക്ഷനും 1 മുതൽ 470 വരെ നമ്പർ ഇട്ടാണ് കൊടുത്തത്, ചില ചാപ്റ്ററുകളായിട്ടെന്ന് മാത്രം. അതിലിപ്പോൾ ഒന്നാമത്തത് സെക്ഷൻ 1 എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ, extend and commencement, that will come under section 1. Then section 2 deals with definitions. Section 2 deals with definitions or interpretation clause. 98-99% നിയമങ്ങളിലും ഈ സെക്ഷൻ 2-ലാണ് എല്ലാ ഡെഫിനിഷനും കൊടുക്കുക. ചില നിയമങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ. ഉദാഹരണം പാർട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് മുതൽ പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സും മറ്റും പഠിക്കുന്ന സമയത്ത് പറയുന്ന ഒന്നാണ് സെക്ഷൻ, അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്, പാർട്ണർഷിപ്പ് ഈസ് ദ relation between persons who have agreed to share the profits of a business carried on by all or any one of them acting for all. അന്നേ ആദ്യകാലത്ത് ഈ നിയമം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാണ് സെക്ഷൻ 4. അപ്പോൾ അവിടെ സെക്ഷൻ 4-ലാണ് ഡെഫിനിഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാ സെക്ഷൻ 10-ലാണ് ഡെഫിനിഷൻസ് എന്ന്. പക്ഷേ ഇവിടെ സെക്ഷൻ 4-ലേക്ക് മാറുന്നു പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ. അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881-ലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടുള്ള ഓരോ നമ്മുടെ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് സംബന്ധിച്ച് ഉള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്ന ഒരു ആക്ടാണ്, അല്ല അതിന്റെ പ്രൊവിഷൻസ് അടങ്ങുന്ന ആക്ടാണ് 1881-ലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അതിനകത്താണെങ്കിൽ സെക്ഷൻ 13-ലാണ് ഡെഫിനിഷൻ. അപ്പോൾ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് തുടങ്ങിയവ കൊടുക്കുന്നതിന് വേണ്ടി വേറെ ഓർഡർ, ആ രണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നെങ്കിലും അത് കൈവശം വെക്കുന്ന അല്ലെങ്കിൽ മറ്റോ പറയുന്ന ഒരാളിനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 13-ലാണ്. So definition of negotiable instrument is in section 13 of the Negotiable Instruments Act. അതുപോലെ ചെക്കിന്റെ മീനിങ്, പ്രോമിസറി നോട്ടിന്റെ മീനിങ് ഒക്കെ സെക്ഷൻ 4, 5 and 6-ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വ്യത്യാസങ്ങൾ വരാം. എങ്കിലും ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് സെക്ഷൻ 2 is the interpretation clause.
ചില കാര്യങ്ങൾ പിന്നുള്ള സെക്ഷനിലേക്ക് പോകുന്നു. ചില ആക്ടുകളിൽ ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ആക്ടിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിലേക്ക് കാണുന്നത് പോലെ നിങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പൊതുവിൽ സെക്ഷൻ 2 ഈസ് ദ ഡെഫിനിഷൻ ക്ലോസ് ഓർ ഇന്റർപ്രിട്ടേഷൻ ക്ലോസ്. അപ്പോൾ 3 1 പ്രിയാമ്പിൾ ആമുഖം, 2 സെക്ഷൻ 1 3 കാര്യങ്ങൾ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, മൂന്നാമത്തേത് സെക്ഷൻ 2 ഇന്റർപ്രിട്ടേഷൻ ക്ലോസ്. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 3 ടു ദ ലാസ്റ്റ് സെക്ഷൻ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണെങ്കിൽ തുടക്കത്തിൽ 266 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ആ 266 സെക്ഷൻസിലാണ് നമ്മൾ ഇടയ്ക്ക് സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാറ്റി 1930 പുതിയ ആക്ട് കൊണ്ടുവന്നു. 1932 239 266 സെക്ഷൻ എടുത്തു കളഞ്ഞ് പാർട്ണർഷിപ്പ് ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ 266 സെക്ഷൻ ഉണ്ടായിരുന്ന ആക്ടിനകത്ത് ഇപ്പോൾ 239 വരെ ഉള്ളൂ. അതിനിടയ്ക്ക് സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടതും പോയി. അപ്പം അങ്ങനെ അതിനകത്തും ഇപ്പോൾ 1 മുതൽ 239 വരെ, അല്ലെങ്കിൽ പഴയ ആക്ടിൽ 1 മുതൽ 266 സെക്ഷൻസ് ആണ് അതിനകത്തുള്ളതെങ്കിൽ നമ്മൾ 3 മുതലാണ് അതിന്റെ പ്രൊവിഷൻസ് തുടങ്ങുന്നത്. സെക്ഷൻ 3 ടു ദ ലാസ്റ്റ് 1. അപ്പോൾ ഏതൊരു ആക്ടിലും സെക്ഷൻ 3 തുടങ്ങി ലാസ്റ്റ് സെക്ഷൻ വരെ, കമ്പനീസ് ആക്ട് 470 സെക്ഷൻ വരെ ആ ഒരു സ്ഥാപനത്തിന്റെ കമ്പനിയുടെ രൂപീകരണം സംബന്ധിച്ച്, നടത്തിപ്പ് സംബന്ധിച്ച്, അതിന്റെ അവസാനിപ്പിക്കൽ സംബന്ധിച്ച കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അല്ല പാർട്ണർഷിപ്പ് ആക്ടിനകത്തും തുടക്കം മുതൽ അതിന്റെ എന്താണ് പാർട്ണർഷിപ്പ്, എങ്ങനെ രൂപീകരിക്കുക, എങ്ങനെ നടത്തിക്കൊണ്ടു, എങ്ങനെ ഡിസോൾവ് ചെയ്യാം. പല കോൺട്രാക്ട് ആക്ടിനകത്ത് എന്താണ് കോൺട്രാക്ട്, എങ്ങനെ ഒരു കോൺട്രാക്ട് ഏർപ്പെടാം, എങ്ങനെ അത് നടത്തിക്കൊണ്ടുപോയി, എങ്ങനെ ആ കോൺട്രാക്ട് ഇല്ലാതെ അവസാനിപ്പിക്കാം, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ആ തരത്തിൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് സെക്ഷൻ 3 ടു ദ ലാസ്റ്റ് സെക്ഷനാണ് കൊടുത്തത്. അങ്ങനെ ഓരോ ആക്ടിലും സെക്ഷൻ 3 ടു ദ ലാസ്റ്റ് സെക്ഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻസ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞതിന്റെ കാരണം, നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി ആദ്യം നടത്തേണ്ട ശ്രമം എന്ന് പറയുന്നത് സ്റ്റഡി, റിമെമ്പർ ആൻഡ് കോട്ട് ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. എല്ലാ സെക്ഷൻസും പഠിക്കുക, മനസ്സിലാക്കുക, ഓർത്തിരിക്കുക, അത് പരീക്ഷാ പേപ്പറിൽ എഴുതാൻ ശ്രമിക്കുക. എല്ലാ സെക്ഷനും വേണ്ട. ഉദാഹരണം ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ 470 സെക്ഷൻ ഉണ്ട്. കമ്പനിയിലാണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 470 സെക്ഷൻ പഠിക്കാൻ പറയുന്നില്ല. അത് LLBക്ക് പഠിക്കുന്ന, LLMന് പഠിക്കുന്ന, വക്കീലന്മാരാകാൻ പോകുന്നവർ പഠിച്ചോളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം പരീക്ഷാ പേപ്പറിൽ എഴുതാനുള്ള പ്രധാനപ്പെട്ട സെക്ഷൻ, ഉദാഹരണം സെക്ഷൻ 2s, സെക്ഷൻ 2 എല്ലാ നിയമങ്ങളിലുള്ള സെക്ഷൻ 2 നമുക്ക് വേണം. കാരണം ഡെഫിനിഷൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ്, ഓരോ ആക്ടിന്റെയും സേലിയൻ ഫീച്ചേഴ്സ് നമ്മൾ ചോദിക്കും. ആ ഫീച്ചേഴ്സ് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് എഴുതാം. ആദ്യം സെക്ഷൻ 1 കാര്യം പറയാം. ഒരു പൊതുവായ ചോദ്യമാണ് പല ക്വസ്റ്റിനകത്തും കാണുന്നത്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓർ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, വാട്ട് ആർ ദ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് IRDA. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അത് എന്ന് പ്രാബല്യത്തിൽ വന്നു, എവിടേക്കാണത് ബാധകം, അതുപോലെ അതിന്റെ ഡേറ്റ് കമൻസ്മെന്റ് എന്നാണ്, ആ സെക്ഷൻ 1 എഴുതിയാൽ മതി. പിന്നീട് ദ ഒബ്ജക്റ്റ് ഓഫ് ദി ആക്ട് ഗോൺ ഇൻ ദ പ്രിയാമ്പിൾ. ഇപ്പോൾ പ്രിയാമ്പിളിൽ പറയുന്ന ഒബ്ജക്റ്റീവ്, അത് കഴിഞ്ഞാൽ സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമന്റ്, 2 പോയിന്റായി. ഫീച്ചേഴ്സ് ചോദിച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഒന്നാമതിന്റെ ഒബ്ജക്റ്റീവ് ഇന്നതാണ്, ഇതിന്റെ ഡേറ്റിൽ പാസ്സാക്കി, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ബാധകമാണ്, അത് നിലവിൽ വന്ന ഡേറ്റ് ഇതാണ്, അത് എഴുതാം. പിന്നെയാണ് സെക്ഷനിലേക്ക് കടക്കേണ്ട പ്രൊവിഷൻസ് പറയേണ്ടത്. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു എല്ലാതരം ആൻസറിന്റെയും ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഏത് നിയമത്തിന്റെ ഫീച്ചർ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഇതിന്റെ പേര് ഇന്നതാണ്, ഇന്ന ദിവസം നിലവിൽ വന്നു, ഇന്ന പ്രദേശങ്ങളിൽ ബാധകമാണ്. അപ്പോൾ ആ രീതി അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്ഷൻസ് മനസ്സിലാക്കണം. സെക്ഷൻ 1 അറിഞ്ഞിരിക്കണം. അതിനകത്ത് 3 കാര്യങ്ങളേ ഉള്ളൂ. അത് ഓരോ നിയമങ്ങളുടെയും എവിടെയൊക്കെ പ്രാബല്യത്തിൽ, എന്ന് പോലെ പ്രാബല്യത്തിൽ വന്ന് ആ പേര് അറിഞ്ഞിരിക്കുക. പേരെപ്പോഴും വർഷം കൂടെ ചേർത്താണ് പറയുന്നത്. രണ്ടാമത് ഡെഫിനിഷൻസ്. കാരണം മിക്കവാറും ഈ ഡിഗ്രി തലത്തിലേക്കുള്ള പാർട്ട് 1, പാർട്ട് A, പാർട്ട് Bയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഈ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ബേസ് ചെയ്താണ് പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഡെഫിനിഷൻസ് ഭംഗിയായിട്ട് പഠിച്ചാൽ മിക്കവാറും അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡെഫിനിഷൻ, അതിനകത്തെ ടേംസിന്റെ ഡിഫറൻസ് ഒക്കെ ചോദിക്കാം. സോ സെക്ഷൻ 2 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറെ പ്രാധാന്യമുള്ള സെക്ഷൻ 3 മുതലാണ്. ഇപ്പോൾ സെക്ഷൻസ് കോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാർട്ണർഷിപ്പിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ 4 നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 13 കാര്യം പറഞ്ഞു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ നിയമം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 10 ആണ്. സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്. എല്ലാ കോൺട്രാക്റ്റുകളും, എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് ആവും എപ്പോഴാണ്, ചില കണ്ടീഷനോടൊപ്പം. if they are made by the free consent of the parties. All agreements are contracts if they are made by the free consent of the parties, competent contract for a lawful consideration with a lawful object and are not expressly declared to be void. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി എല്ലാ എസൻസിനും അടുത്ത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ആദ്യം കോൺട്രാക്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഓർത്തിരിക്കണമെന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 10. 2 കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ 10 ആണ്. 2 ഡെഫിനേഷൻസ്. ആ 10 എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്.
അവിടെ ഫ്രീ കൺസെന്റ് വേണം, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് വേണം, കൺസിഡറേഷൻ വേണം, ഓബ്ജക്റ്റ് വേണം. ഇത് വോയിഡാണെന്നെങ്കിൽ പറയാൻ പാടില്ല എന്നുള്ള പോയിന്റ്സും ഒപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ സാധാരണ പറയുന്ന 2 പേരുണ്ടാവണം, എഗ്രിമെന്റ് വേണം, അല്ലെങ്കിൽ അവിടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് വേണം, തുടങ്ങിയ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കാറും. എങ്കിൽ മെയിനായിട്ട് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് പഠിക്കുമ്പോൾ ഓർക്കുന്ന ഒന്നാണ് സെക്ഷൻ 10. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷൻ പരീക്ഷ പേപ്പർ എഴുതി കോൺട്രാക്ട് സംബന്ധിച്ച് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉറപ്പായിട്ട് ആ സെക്ഷൻ അവിടെ കോട്ട് ചെയ്തിരിക്കും. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിന്റ് കോട്ട് ദ സെക്ഷൻസ്. ഇപ്പം നിയമം പഠിക്കാനുള്ള നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമം ഭംഗിയായിട്ട് പഠിക്കാനായിട്ട്, നിയമത്തിന് മാർക്ക് വാങ്ങിക്കാനായിട്ട്, ഇത് നമ്മുടെ ബിസിനസ് ലോയ്ക്ക് അല്ലെങ്കിൽ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിന് അനുബന്ധമായിട്ടുള്ള മറ്റ് നിയമ പേപ്പറുകൾ, ലോ പേപ്പേഴ്സ്, കമ്പനി ലോ, സൈബർ ലോ തുടങ്ങിയ അവിടെ എല്ലാം ഓർക്കേണ്ടത് സ്റ്റഡി ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. ക്ലാസ്സിൽ അധ്യാപകർ പ്രധാനപ്പെട്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന, അല്ലെ ബോർഡിൽ എഴുതിയിട്ടാൽ തന്നെ പലവട്ടം അതിനെ റൗണ്ട് ചെയ്യുന്ന, ടിക്ക് ചെയ്യുന്ന, അണ്ടർലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് വാക്കും അധ്യാപകൻ ബോർഡിൽ ഒരു വാക്ക് കൊടുത്തിട്ട് അതിനെ പല തവണ അതിനകത്തേക്ക് അതിനെപ്പറ്റി പറയുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുകയോ റൗണ്ട് ചെയ്യുകയോ ടിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കുക. അത് പരീക്ഷയ്ക്കേണ്ട ഉറപ്പാണെന്ന് മനസ്സിലാക്കുക. സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട് വരാവുന്ന കാര്യങ്ങളെ അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ സെക്ഷനും അങ്ങനെ പറഞ്ഞാൽ അതാണ് സെക്ഷൻ 10. അതുപോലുള്ള സെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓർത്തു വെച്ചാൽ പരീക്ഷാ പേപ്പർ എഴുതാം. നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഒരു ആഭരണം ചാർത്തുന്നത് പോലെ, നേരത്തെ പറഞ്ഞ കേക്കിന്റെ ഐസിങ് പോലെ, കറിയിലുള്ള മറ്റ് മേമ്പൊടി ചേർക്കുന്നത് പോലെ, അല്ലെങ്കിൽ മസാല ചേർക്കുന്ന പോലെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുക. അത് ഒരു വാല്യൂ അഡീഷന്റെ കാലഘട്ടമാണ്. വാല്യൂ അഡീഷണൽ അതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ആൻസറിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട്, അല്ല എൻ്റെ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ എൻ്റെ USP വർദ്ധിപ്പിക്കാൻ, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ വർദ്ധിപ്പിക്കാൻ, അല്ലെ സ്ട്രാറ്റജിക് മാനിന്റെ കൺസെപ്റ്റ് പറയാൻ എൻ്റെ CSF ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് സെക്ഷൻസ്. അപ്പോൾ സെക്ഷൻസ് കൂട്ടിയ 2 തരത്തിൽ കൂട്ടിയ, ഒന്നാമത്തത് അക്കോർഡിംഗ് ടു സെക്ഷൻ ഇന്നതെന്ന് പറഞ്ഞു പോകുക, അല്ലെ അക്കോർഡിംഗ് ടു സെക്ഷൻ 10 എ കോൺട്രാക്ട് ഷുഡ് ഹാവ് ദ ഫോളോയിങ് എസെൻഷ്യൽസ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. നിങ്ങൾ ആദ്യം പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക സെക്ഷൻ. അപ്പോൾ സെക്ഷൻ കോട്ട് ചെയ്യണം 2 തരത്തിൽ. ഒന്ന് അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ഓർ ആസ് പെർ സെക്ഷൻ 4 എന്ന് പറഞ്ഞു തുടങ്ങാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ ചോദിച്ചു, നിങ്ങൾക്ക് എഴുതാം അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ ആക്ടിന്റെ പേരോടെ പറയണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, partnership is defined as such a relation between persons who have agreed to share the profits of a business carried on by all or any one of the active. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക സെക്ഷൻ 4. ഒന്നുകിൽ ആദ്യം അക്കോർഡിംഗ് ടു സെക്ഷൻ 4 എന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ബ്രാക്കറ്റിൽ പറയുക സെക്ഷൻ 4. 2 തരത്തിൽ കാണിക്കും. ഏതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ ബ്രാക്കറ്റിൽ സെക്ഷൻ 4 എന്ന് എഴുതുക, സെക്ഷൻ എഴുതുക, അല്ലെങ്കിൽ തുടക്കത്തിൽ പറയുക അക്കോർഡിംഗ് ടു ഓർ ആസ് പെർ, അല്ലെ ആസ് ഗിവൺ ഇൻ സെക്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങും. ഇതാണ് ആദ്യത്തെ കാര്യം ഓർക്കുക. സെക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻസ് കൂട്ടിയ ഡെഫിനിഷൻ എഴുതുമ്പോൾ സെക്ഷൻ 2 പറയുക, അല്ലെ മാറ്റമുള്ള സെക്ഷൻ 4, 13 അത് പറയാം. പിന്നെ പ്രൊവിഷൻസ് എഴുതുമ്പോൾ വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫാക്ടറീസ് ആക്ട് റിലേറ്റിംഗ് ടു സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്, ഹെൽത്ത് ഓഫ് വർക്കേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട് റിലേറ്റിംഗ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് എന്ന് ചോദിച്ചാൽ വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് റിലേറ്റിംഗ് ടു പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ഓർ ആൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ചോദിച്ചാൽ ബന്ധപ്പെട്ട പ്രൊവിഷൻ എഴുതുമ്പോൾ അവിടെ നിങ്ങൾ സെക്ഷൻ കോട്ട് ചെയ്യണം. സോ പ്രൊവിഷൻസ് ഓഫ് ദ വാട്ട് ഈസ് പ്രൊവൈഡഡ് ദെയർ, ആ നിയമത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്, ആ നൽകിയിരിക്കുന്നതാണ് പ്രൊവിഷൻ. അതാണ് സെക്ഷൻസ്. സെക്ഷൻ 3 ടു ദ ലാസ്റ്റ് സെക്ഷൻ ഗിവ്സ് ദ വേരിയസ് പ്രൊവിഷൻസ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എഴുതുമ്പോൾ ഓർക്ക് ഒരു കാര്യം കൂടെ, ഇവിടെ ഒരുപാട് പേജ് നിറയ്ക്കാനൊന്നുമില്ല, മെയിൻ പോയിന്റ് എഴുതുക എന്നുള്ളതാണ്. പറയാനുള്ള കാര്യം പറയുക, യു വിൽ ഗെറ്റ് മാർക്ക്. ഒരിക്കലും ലോയുടെ ഒരു ആൻസർ ബുക്ക് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഷീറ്റ് അപ്പുറത്തേക്ക് അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കേണ്ടി വരില്ല. മെയിൻ ബുക്കിൽ തന്നെ ഒതുങ്ങുന്നതാണ്. ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ പോലും മെയിൻ ഷീറ്റിൽ പിന്നെയും പേജുകൾ ബാക്കിയുണ്ടാവും. എന്നാലും മാർക്ക് 35 വാങ്ങിക്കുന്നവർ അഡീഷണൽ ഷീറ്റ് വേറെ വാങ്ങിച്ച് കെട്ടിയായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി വെക്കുന്നു, ആവശ്യമുള്ള എഴുതുന്നില്ല. അപ്പോൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രൊവിഷൻ എഴുതുക, സെക്ഷൻ കോട്ട് ചെയ്യുക. സോ കോട്ട് ദ സെക്ഷൻ, നമ്മുടെ ഒന്നാമത്തെ നിയമം കോട്ട് ദ സെക്ഷൻസ്. എല്ലാ ആൻസർ ബുക്കിലും നമ്മൾ ആൻസർ എഴുതുമ്പോൾ കഴിയുന്നിടത്തോളം സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ബാധകമായ കാര്യങ്ങളെ ചോദിക്കാറുള്ള പ്രൊവിഷൻ ഡെഫിനിഷൻ ചോദിച്ചാലും മറ്റു പ്രൊവിഷൻ ചോദിച്ചാലും സെക്ഷൻ ഉണ്ടാവാൻ ആ ഒരു വകുപ്പ് പറയാനുണ്ട്. അപ്പോൾ ഇന്ന വകുപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ അനുസരിച്ച് ഇന്ന പോലെ പറഞ്ഞു പോകുന്നു എന്ന് തുടക്കത്തിൽ പറയുകയോ അല്ലെങ്കിൽ അവസാനം ബ്രാക്കറ്റിൽ കൊടുക്കുകയോ ചെയ്യുക. സോ കോട്ട് ദ സെക്ഷൻസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. നൗ ദ സെക്കൻഡ് വൺ ഈസ്, രണ്ടാമത്തെ കേസ് ലോകൾ കോട്ട് ചെയ്യാന്നുള്ളതാണ്. ലീഗൽ ഡിസിഷൻസ് ഓർ കേസ് ലോസ്. എല്ലാ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന ഏതെങ്കിലും വിധികൾ, ഇപ്പോൾ കോടതിയിൽ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ പോലും പഴയ വിധികളെ പറ്റി പറയും. വാദിയുടെയും പ്രതിയുടെയും പേര് ചേർത്തുകൊണ്ടുള്ള ഒരു
ആ ഒരു കേസിന്റെ നെയിം ഉണ്ടാവും. അതിന് കേസ് ലോ എന്ന് പറയും, ലീഗൽ ഡിസിഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ വെച്ചാൽ ബാൽഫർ വേഴ്സസ് ബാൽഫർ. ലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സെക്ഷൻ 10 മറക്കില്ല എന്ന് പറഞ്ഞ പോലെ മറക്കാത്തൊരു കാര്യം, അല്ലെ ആദ്യം ഞാൻ പറഞ്ഞ ഇഗ്നറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസായിട്ട് മറക്കാത്തതുപോലെ സെക്ഷൻ 10 മറക്കാത്തതുപോലെ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് ബാൽഫർ വേഴ്സസ് ബാൽഫർ. ബാൽഫർ, തോമസ് ബാൽഫർ എന്നൊരാളും അയാളുടെ വൈഫും കൂടെ അവർ ബ്രിട്ടീഷുകാരായിരുന്നു. അവർ ജോലിക്കായിട്ട്, അദ്ദേഹത്തിന്റെ ജോലിക്കായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ശ്രീലങ്കയായ പഴയ സിലോണിൽ പോയി. ആ സിലോണിൽ വെച്ച് അവർക്ക് വൈഫിന് അസുഖം ഉണ്ടായി. അവരെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവിട്ടു. അപ്പോൾ പറഞ്ഞു, എല്ലാ മാസവും നിശ്ചിത തുക നിങ്ങൾക്ക് തന്നുകൊള്ളാം, അല്ലെ നിനക്ക് ഞാൻ തരാം. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല, അദ്ദേഹം പൈസ കൊടുത്തില്ല. അവർ കോടതിയിൽ പോയി. പക്ഷെ കോടതി പറഞ്ഞത് ഇവിടെ ലീഗൽ ഓബ്ലിഗേഷൻ ഒന്നുമില്ല, ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ ആണ്, ഡൊമസ്റ്റിക് അഫെയർ ആണ്, ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലൊരു കേസുണ്ട്. പിന്നെ ഉള്ളത്, അപ്പോൾ അത് കാലം മാറി, ഇപ്പോൾ നിയമമൊക്കെ മാറി, അന്നത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. കാർലിൽ എന്ന് പറയുന്ന വ്യക്തി കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി ഇറക്കിയ ഒരു മരുന്ന്, ഇൻഫ്ലുവൻസയുടെ മരുന്ന് ഉപയോഗിച്ചു. അവർ പരിസ്ഥിതി പറഞ്ഞിരുന്ന അനുസരിച്ച് ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഇൻഫ്ലുവൻസ പിടിപെടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവരത് ഉപയോഗിച്ചിട്ട് അസുഖം പിടിപെട്ടു. അപ്പോൾ ആ പരിസ്ഥിതിയിലുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും അസുഖം വന്നാൽ അവർക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം തരുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി അവിടെ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളിങ്ങനെ പരിസ്ഥിതി കൊടുത്തു, നിങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാമെന്നും പറഞ്ഞില്ല. അവർ കോടതി പറഞ്ഞത്, ഒരു ജനറൽ ഓഫർ കൊടുത്താൽ ഒരു വ്യക്തി സ്വീകരിച്ചാലും അതിന് നിയമപരമായിട്ടുള്ള ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിയുണ്ടായത്. ആ ഒരു കേസാണ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി. അതുപോലെ മൈനറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടോ, മൊഹരി ബിബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്. ഒരുപാട് കേസുകൾ ജസ്റ്റ് പറഞ്ഞത്. അതുപോലെ കമ്പനി പഠിക്കുന്നവർക്കാണെങ്കിൽ സോളമൻ വേഴ്സസ് സോളമൻ. 1 മാൻ കമ്പനിയിൽ 1% കമ്പനിയെ പറ്റി പറയുമ്പോൾ ഇന്നിപ്പോൾ അത് നിയമപരമായിട്ട് നടപ്പാക്കിയത്. പുതിയ കമ്പനീസ് ആക്ടിൽ 1% കമ്പനി ഉണ്ട്, അല്ലെ 1 മാൻ കമ്പനി നിയമപരമായിട്ട് അംഗീകരിച്ചു. പക്ഷെ മറ്റും അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കേസാണ് സോളമൻ വേഴ്സസ് സോളമൻ. അപ്പോൾ ആ രീതിയിൽ അതുപോലെ ഇപ്പോൾ കമ്പനീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് വാല്യുവേഷൻ ഓഡിറ്റിംഗിൽ പഠിക്കുമ്പോൾ അവിടെ കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ലീഡിംഗ് കേസസ് ഉണ്ട്. ദീസ് ആർ നോൺ ആസ് ദ ലീഡിംഗ് കേസസ്. ഏതൊരു ഒരു നിയമമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയാവുന്ന നിയമങ്ങൾ, അതിനാണ് ലീഡിംഗ് കേസ് അല്ലെങ്കിൽ ലീഡിംഗ് കേസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആ ആൻസറിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മോടി വർദ്ധിപ്പിക്കാനായിട്ട്, അതിന്റെ ഒരു ആഭരണം എന്ന രീതിയിൽ, അല്ല അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ, ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ, വാല്യൂ അഡീഷന് ചേർക്കാവുന്ന രണ്ടാമത്തെ കാര്യമാണ് കോട്ട് ദ കേസ് ലോസ്. ആ ഒരു കേസിൽ അതിനകത്തുള്ള വാദി ആരായിരുന്നു, പ്രതി ആരായിരുന്നു, എന്തായിരുന്നു അതിന്റെ സംഭവം, എന്തായിരുന്നു അവിടെ ഡിസിഷൻ വന്നത്, ഏത് ജഡ്ജാണ് ഡിസിഷൻ പറഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് 2-3 സെന്റൻസ് എഴുതണം. അത് ചിലപ്പോൾ സെപ്പറേറ്റ്, ഉദാഹരണത്തിന് ബാൽഫർ വേഴ്സസ് ബാൽഫർ ഡിസിഷൻ എന്തെന്ന് ചിലപ്പോൾ ചോദിക്കാം. അല്ലെ റൈറ്റ് നോട്ട് ഓൺ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി ചോദിക്കും, പുതിയ ആക്ടുകൾ കേസ് ലോസ് അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും നമ്മൾ എഴുതുന്ന ഒരു എസ്സേയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ടോ മറ്റോ നമ്മൾ ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ടി വന്നാൽ ആ ഒരു കേസിൽ അവിടെ കോട്ട് ചെയ്ത് പറയണം. ഇനി ഷോർട്ട് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ പേര് ബ്രാക്കറ്റിലെങ്കിലും കൊടുക്കും. സെക്ഷന്റെ കാര്യം പറഞ്ഞ പോലെ കേസ് ലോയിൽ നമുക്ക് 2 തരത്തിൽ എഴുതാം. ഒന്നുകിൽ ആ കേസിൽ ഇന്ന കേസ് ലോയിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു പോകാം, ഇന്ന കേസ് ലോയിൽ ഇന്ന ജഡ്ജി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ട്, ഇങ്ങനൊരു കേസ് ലോ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിയമം സെക്ഷൻ, രണ്ടാമത്തെ നിയമം കേസ് ലോസ്. ലീഗൽ ഡിസിഷൻസ്, എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ബാൽഫർ വേഴ്സസ് ബാൽഫർ പോലെയൊക്കെ നിങ്ങളുടെ അധ്യാപകർ ക്ലാസ്സിൽ പറയുന്ന ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൽ കാണുന്ന അല്ലെങ്കിൽ നോട്ട്സിൽ കാണുന്ന അങ്ങനെയുള്ള കേസ് സ്റ്റഡീസ് പഠിക്കണം. അതിന്റെ പേര് ഓർത്ത് വെക്കണം, അതിന്റെ പിന്നിലുള്ള സംഭവം ഓർത്ത് വെക്കണം. ഒരു കഥ പോലെ ഓർത്ത് വെച്ചിരുന്ന നല്ല കാര്യം. നല്ല നല്ല ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം ഈ കേസ് ലോ മാത്രമായിട്ട് വിശദീകരിച്ച് പോകുന്നുണ്ട്. അല്ലെങ്കിൽ സൈറ്റിൽ കയറി നോക്കിയാൽ പരമാവധി നിങ്ങൾ ടെക്സ്റ്റിന് അതിന് ഒരു ബ്രീഫായിട്ടേ ഉള്ളൂ. പേര് മാത്രമേ പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻക്വിസിറ്റീവ് യു ക്യാൻ റെഫർ ദ വെബ്സൈറ്റ് നോക്കിയാൽ ഇതിന്റെ എല്ലാം വിശദീകരണം നല്ല കഥ പോലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കി വെക്കാം. പ്രധാനപ്പെട്ട ഒരു 5-6 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാം. 5-6 എണ്ണം ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ആൻസറിൽ പ്രത്യേകിച്ച് എസ് എഴുതുമ്പോൾ അതിനകത്ത് എഴുതാനും മാർക്ക് കൂടുതൽ വാങ്ങാനും സാധിക്കും. അപ്പോൾ മാർക്ക് നേടാനുള്ള, ലോയ്ക്ക് മാർക്ക് നേടാനുള്ള ഒന്നാമത്തെ കുറുക്കുവഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ മാർഗം സെക്ഷൻ എഴുതി വെക്കുക. അതായത് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ആൻസർ എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കുറയാം. അപ്പോൾ ആ സമയം സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് ഇടാൻ ഞങ്ങൾക്ക് തോന്നിയേക്കാം, നല്ല ആൻസർ ആണെങ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ക്വാളിറ്റി ഓഫ് ആൻസർ ഇംപ്രൂവ് ചെയ്യാനുള്ള 1 സെക്ഷൻ, 2 കേസ് ലോസ് ഓർ ലീഗൽ ഡിസിഷൻസ്. ഇനി മൂന്നാമത്തിലേക്ക് വരാം. മൂന്നാമത്തത് കോർട്ട് എക്സാമ്പിൾസ്. കഴിയുന്നിടത്തോളം ലൈവ് എക്സാമ്പിൾസ്, നല്ല നല്ല ഉദാഹരണങ്ങൾ എഴുതുക. എല്ലാ ടെക്സ്റ്റിലും നല്ല എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഓഫറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ, ആക്സെപ്റ്റൻസിന്റെ, ബെയിൽമെന്റിന്റെ ഒക്കെ കേസിൽ ഇപ്പോൾ ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ബെയിൽമെന്റ് മീൻസ് ഡെലിവറിങ് സം ഗുഡ്സ് ടു സം അതർ പേഴ്സൺ ഫോർ
ഒരാളുടെ ഉടമസ്ഥയിലുള്ള വസ്തുക്കൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ റിപ്പയറിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഉപയോഗത്തിന്, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്തിനൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിപ്പോൾ എയിൽമെന്റ് വരും. അതിന് നല്ല നല്ല എക്സാമ്പിൾസ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കോൺട്രാക്ട് പഠിക്കുന്ന സമയത്ത് കൺസെൻസസ് ആൻഡ് ഐഡന്റിറ്റി ഓഫ് മൈൻഡിനെ പറ്റി പറയുന്നു. ഐഡന്റിറ്റി ഓഫ് മൈൻഡ് എക്സാമ്പിൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, ഒരു വ്യക്തി 2 വീടുകൾ വിൽക്കാൻ ഒരാൾക്ക് 2 വീടുകളുണ്ട്, അതൊന്ന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു വീട് ട്രിവാൻഡ്രത്താണ്, ഒന്ന് കൊല്ലത്താണ്. വിൽക്കാൻ ഉദ്ദേശിച്ച ട്രിവാൻഡ്രത്തെ വീടാണ്, പക്ഷേ വാങ്ങാൻ ഉദ്ദേശിച്ചാൽ കൊല്ലത്തെ വീട് പ്രതീക്ഷിച്ചാണ് വന്നത്. അവസാനം പ്രശ്നമാകാം. അപ്പോൾ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് വേണം. 2 വ്യക്തികൾ തമ്മിൽ കോൺട്രാക്ട് ഏർപ്പെടുമ്പോൾ ദർ ഷുഡ് ബി ഐഡന്റിറ്റി ഓഫ് മൈൻഡ്, മനപ്പൊരുത്തം ഉണ്ടാവണം. അതിനാണ് കൺസെൻസസ് ആൻഡ് ഐഡം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എക്സാമ്പിൾ, അപ്പോൾ ഇത് 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേൽമെന്റ് കാര്യം ഈ പറഞ്ഞ കൺസെൻസസ് ആൻഡ് ഐഡവും. അല്ലാതെ എവിടെയായാലും ഏത് കാര്യം പറയുമ്പോഴും ദർ മസ്റ്റ് ബി, അല്ലെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ട് ലീഗൽ ഓബ്ലിഗേഷൻ വേണം, സോഷ്യൽ ഓബ്ലിഗേഷൻ പാടില്ല. അവിടെ പറയുന്നുണ്ട്, മറ്റൊരാൾ ഡിന്നറിന് ക്ഷണിച്ചു, അവസാനം ആ ഡിന്നർ അയാൾ കൊടുത്തില്ല, കേസിന് പോയി, യാതൊരു വാലിഡിറ്റി ഇല്ല, സോഷ്യൽ ഓബ്ലിഗേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള എക്സാമ്പിൾസ് കൂട്ടി. അപ്പോൾ മിക്കവാറും പലിശക്കാരനെ കുറിച്ച് ഇൻസ്ട്രുമെന്റ്, പ്രാക്ടീസ് ആയിട്ടുള്ള ഏത് ആക്ട് കാര്യം പറയുമ്പോഴും പാർട്ണർഷിപ്പിലായാലും യു ക്യാൻ കോട്ട് ദം സം എക്സാമ്പിൾ, ലൈവ് എക്സാമ്പിൾസ്. അപ്പോൾ ഒന്നുകൂടി, ആദ്യം ഫസ്റ്റ് റൂൾ ഈസ് സെക്ഷൻ, സെക്കൻഡ് റൂൾ ഈസ് കേസ് ലോസ്, തേർഡ് റൂൾ ഈസ് ലൈവ് എക്സാമ്പിൾസ്. ഇനി 4-മത്തെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തുടങ്ങിയതുപോലെ ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസേറ്റ് ഒരു ലാറ്റിൻ മാക്സിമാണ്. അതുപോലെ ക്യൂട്ട് പ്രോ ക്യൂ, കൺസിഡറേഷൻ പഠിച്ച സമയത്ത് നിങ്ങൾ കണ്ടാണ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ സംതിങ് റിസീവ്ഡ്, ക്യൂട്ട് പ്രോ ക്യൂ എന്ന് കണ്ടു. സെയിൽ ഓഫ് ഗുഡ്സിലെ കവേറ്റംറ്റർ, ലെറ്റ് ദ ബയർ ബിവെയർ. ലെന്യൂഡം പാക്ടം, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഇൻവാലിഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേയധികം ലാറ്റിൻ ഫ്രേസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ഗ്രീക്ക് ഫ്രേസസ് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ റം, ജസ്റ്റ് ഇൻ പേഴ്സണം എന്ന് പറഞ്ഞ കോൺട്രാക്ട് പഠിച്ചു തുടങ്ങുമ്പോൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ നിയമത്തിൽ വരാനുള്ള കാരണം, എല്ലാ നിയമങ്ങൾക്കും ഒരു സോഴ്സ് ഉണ്ട്. ഇന്ത്യൻ ലോയുടെ സോഴ്സ് അല്ലെ ഉറവിടം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോ ആണ്. ഇംഗ്ലീഷ് ലോയുടെ ഉറവിടം എന്ന് പറയുന്നത് ഗ്രീക്ക് ലോയും റോമൻ ലോയുമാണ്. ബ്രിട്ടീഷുകാർ നിയമങ്ങൾ നടപ്പാക്കിയപ്പോഴും, അവർ നിയമങ്ങൾ പാസ്സാക്കിയപ്പോഴും അതിന്റെ വിശദീകരണം കൊടുത്ത സമയത്ത് ഒരുപാട് ഗ്രീക്ക് പദങ്ങളും ലാറ്റിൻ പദങ്ങളും അവരുടെ നിയമ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി. നമ്മൾ ഇംഗ്ലീഷിൽ അനുകരിച്ച് നമ്മളും നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മളും അതിൽ കുറെ കടമെടുത്തു. അങ്ങനെ വന്ന വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞ പല മാക്സിംസ് എന്ന് പറയാം, ലീഗൽ പ്രിൻസിപ്പിൾസ്, റൂൾസ് എന്ന് പറയാം, അല്ലെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ഒരുപാട് വേർഡ്സ് ആൻഡ് ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. അത് കോട്ട് ചെയ്യാൻ പറ്റിയാൽ അതും നിങ്ങളുടെ പേപ്പർ നോക്കുന്ന അധ്യാപകന് ചിലപ്പോൾ ആകർഷണീയമായിട്ട് തോന്നാം, അനുയോജ്യമാണെങ്കിൽ മാത്രം. ആൻസറിന് അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ അത് എഴുതാം. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസേറ്റ് എവിടെ കാര്യം മിക്കവാറും ലോയുടെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോഴും എസ്സേ ആണെങ്കിൽ ഇൻട്രഡക്ടറി പാരഗ്രാഫ് നിങ്ങൾക്ക് കൊടുക്കാം. ഈ നിയമത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുക, എല്ലാ നിയമങ്ങളുടെയും പ്രാധാന്യം പറഞ്ഞ് വേണമെങ്കിൽ അവിടെ എഴുതാം. പക്ഷെ അത് അനുയോജ്യമായ രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും, മാർക്ക് കുറയും. അപ്പോൾ വേണ്ട സ്ഥലത്ത് ഇതൊക്കെ പ്രയോഗിക്കാം. കൺസിഡറേഷനെ പറ്റി പറയുമ്പോൾ എന്തായാലും ക്യൂട്ട് പ്രോക്യോ പറയാം. സെയിൽ ഓഫ് ഗുഡ്സിൽ പറയാൻ സംസാരിക്കുമ്പോൾ എന്തായാലും നമുക്ക് അവിടെ അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുമ്പോഴും അവിടെ കവേറ്റംറ്റിന്റെ കാര്യം സൂചിപ്പിക്കാം. അങ്ങനെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് അല്ലെങ്കിൽ ലാറ്റിൻ മാക്സിംസ് ഓർ ഗ്രീക്ക് ടേംസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഒരു ടിപ്പ് എന്ന് പറയാം. നിങ്ങൾക്ക് ലോയിൽ മാർക്ക് വാങ്ങിക്കാനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സെക്ഷൻസ് എല്ലാം ഓർത്തിരിക്കുക. സെക്ഷൻ 1 മുതൽ ലാസ്റ്റ് വരെയുള്ള ഓരോ സെക്ഷനും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഓർത്തിരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ആ സെക്ഷൻ കോട്ട് ചെയ്യാൻ ഒന്നുകിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനം ബ്രാക്കറ്റിൽ ആ സെക്ഷൻ എഴുതാൻ അറിയണം, കഴിയണം. ഒന്ന്. രണ്ടാമത്തത് കേസ് ലോകൾ അല്ലെങ്കിൽ ലീഗൽ ഡിസിഷൻസ് അപ്രോപ്രിയേറ്റുള്ളത് അതാത് സ്ഥലങ്ങളിൽ ചേർക്കാൻ കഴിയണം. മൂന്നാമത്തത് ലൈവ് എക്സാമ്പിൾസ്, നല്ല നല്ല എക്സാമ്പിൾസ്, നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ്, അല്ലെങ്കിൽ ആ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല എക്സാമ്പിൾസ്, അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നല്ല എക്സാമ്പിൾസ് കൊടുക്കുക. ആ ടെക്സ്റ്റിനകത്ത് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, അതിനെ ബേസ് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഓർമ്മയിൽ വരുന്ന, നമുക്ക് ചിന്തിച്ച് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ കിട്ടുന്ന നല്ല എക്സാമ്പിൾസ് ഉണ്ട്, അത് എഴുതാം. അപ്പം അങ്ങനെ എക്സാമ്പിൾസ്. നാലാമത്തെ ഞാൻ പറഞ്ഞത് ലീഗൽ മാക്സിംസ് ഓർ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് കണക്റ്റഡ് വിത്ത് യുവർ ആൻസറായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസ്. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസേറ്റ് ആയാലും, ക്വിഡ് പ്രോക്യോ ആയാലും, കവേറ്റ് ടെംപ്റ്റർ ആയാലും, കവേറ്റ് വെൻഡിറ്റർ ആയാലും, ലെറ്റ് ബയർ ബിവെയർ പോലെ മറ്റന്നാൾ ലെറ്റ് സെല്ലർ ബിവെയർ ആണ് കവേറ്റ് വെൻഡിറ്റർ. അപ്പം അങ്ങനെയുള്ള ഏത് ടേംസ് നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടാലും അതെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കുകയും അതൊരു പേപ്പർ ബുക്കിലേക്ക് പകർത്തി വെച്ച് പഠിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ലോയ്ക്കുള്ള നോട്ട്സ് എഴുതുമ്പോൾ പ്രത്യേക ഒരു ബുക്കിലോ അല്ലെങ്കിൽ പേജുകളിലോ എഴുതേണ്ട ഒന്നാണ് സെക്ഷൻ. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് പ്രത്യേകം നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻറ്റ് കേസ് ലോ പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് പ്രത്യേകം എഴുതണം.
ഒരു ബുക്കിലോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പല പേജുകളിലോ ആയിട്ട് അല്ലെങ്കിൽ പല ബുക്കുകളിലായിട്ട് ഈ പറഞ്ഞ ഓരോന്നിനോ ചെറിയൊരു റൈറ്റിംഗ് പാഡ് എടുത്ത് അതിനകത്ത് എഴുതിയാലും മതി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. അല്ലെങ്കിൽ ചെറിയ ഡയറിയിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിന് വേണ്ടി മാത്രം ഒരു കാര്യം എല്ലാ നിയമങ്ങളും പഠിക്കുമ്പോൾ അതെല്ലാം അതിനകത്ത് എഴുതി പോകാം. അപ്പോൾ ഭാവിയിൽ അത് പ്രയോജനമായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ്, അതിനുവേണ്ടി ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി മാറ്റി വെക്കുക വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ പല ഭാഗത്തായിട്ട് എഴുതുക. അതുപോലെ തന്നെ മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ അതെല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും സെക്ഷൻസ്, കേസ് ലോസ്, പിന്നെ എക്സാമ്പിൾസ് അത് കുറിച്ച് വെക്കാം. അതല്ലാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ ലീഗൽ ഫ്രേസസ് പുറത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഒന്ന്, ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളല്ല, ഒന്നുകൂടെ പറയുന്ന 4 കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, കോട്ട് ദ സെക്ഷൻസ്. സെക്കൻഡ്, കോട്ട് ലീഗൽ ഡിസിഷൻസ് ഓർ കേസ് ലോസ്. 3, കോട്ട് ഗുഡ് എക്സാമ്പിൾസ്. അടുത്തത്, കോട്ട് ലീഗൽ പ്രിൻസിപ്പിൾസ് ഓർ ലീഗൽ മാക്സിംസ് derived from Greek or Roman or other languages. മറ്റ് ഭാഷകളിൽ നമ്മൾ കടമെടുത്തിട്ടുള്ള നല്ല നല്ല ഫ്രേസ്, വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇവിടെ ഉപയോഗിക്കാം. ഇനി അടുത്തത് 5ാമത്തത്, പലപ്പോഴും പല കുട്ടികളുടെയും പേടി അല്ലെങ്കിൽ ഒരു സംശയം, ലോയ്ക്ക് മാർക്ക് കുറയോ പേജ് കുറഞ്ഞു പോയാൽ, ഒരു എസ് എഴുതുമ്പോൾ ഒരു കേസ് സ്റ്റഡിക്ക് ആൻസർ കൊടുക്കുമ്പോൾ പേജ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അവർ പറയുന്നത് ഇപ്പം 3 പേജ് ഉണ്ടാവണം, 4 പേജ് ഉണ്ടാവണം, അത് ഇത്ര വേർഡ്സ് ഉണ്ടാവണം. അത് അങ്ങനെ പേടിയുള്ളവർക്ക് പേജ് തികയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ള മാർഗം സ്വീകരിക്കാം. അല്ലാതെ നിങ്ങളുടെ ആൻസർ അട്രാക്റ്റീവ് ആക്കാനും നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാനും ഇംപ്രഷൻ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. മാനേജ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ. അതിന് പുതിയൊരു ശാഖയാണ് ഇംപ്രഷൻ മാനേജ്മെന്റ്, ഹൗ ടു ഇംപ്രൂവ്, നല്ല ഇംപ്രഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അത് സെപ്പറേറ്റ് വിഷയം പിന്നീടാവാം. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് യൂസ് ചാർട്ട്സ്, ഡയഗ്രംസ്, ടേബിൾസ്, ഇക്വേഷൻസ് എക്സെട്ര. ലോയിൽ എന്ത് ഇക്വേഷൻ പറയാം. അപ്പോൾ ലോയുടെ ആൻസർ എഴുതുന്ന സമയത്ത് കഴിയുന്നിടത്തോളം നല്ല നല്ല ചാർട്ടുകൾ, ഡയഗ്രംസ് വരയ്ക്കാൻ ശ്രമിക്കുക. ഉദാഹരണം ഇപ്പോൾ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഫർ, ടൈപ്സ് ഓഫ് കമ്പനീസ്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സ്, ഇതൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് അതൊന്ന് ഒരു ചാർട്ട് പോലെ വരയ്ക്കുക. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ചാർട്ട് രൂപത്തിൽ കൊടുക്കാം. അത് ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് നിങ്ങളുടെ ഇഷ്ടം, പല ബുക്കിലും പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ രീതി ഏതെങ്കിലും സ്വീകരിക്കാം. സൈറ്റിൽ കയറാൻ ഇഷ്ടംപോലെ അതിൻ്റെ നല്ല നല്ല ചാർട്ട്സ് ഉണ്ട്. ചാർട്ട്സ് ഓർ ഡയഗ്രംസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ടോപ്പിക്. നിങ്ങൾ എഴുതുന്ന ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേജ് ചിലപ്പോൾ അങ്ങനെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ 4 പേജ് തയ്ക്കാൻ വേണ്ടി ഒരു പേജ് അങ്ങനെ ആവാം, ഒരു കുറിപ്പ് വഴിയാണ്. അപ്പോൾ ആൻസറിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി അല്ലെങ്കിൽ പേജ് കുറഞ്ഞു പോയി എന്ന് പേടിയുള്ളവർക്കും ഒപ്പം മാർക്ക് വാങ്ങാൻ വേണ്ടി നല്ലൊരു മാർഗം, നിങ്ങളുടെ ടീച്ചേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, ഇംപ്രസ് ചെയ്യാൻ പറ്റിയ നല്ല മാർഗ്ഗമാണ് യൂസ് ചാർട്ട്സ് ആൻഡ് ഡയഗ്രംസ്. അത് പക്ഷേ വെറുതെ സ്കെയിൽ ഉപയോഗിക്കാതെ എന്തെങ്കിലും വരച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. സ്കെയിലൊക്കെ ആയിട്ട് പോയി വളരെ ഭംഗിയായിട്ട് വരയ്ക്കുക. പറ്റുമെങ്കിൽ കളറൊക്കെ ഉപയോഗിക്കാം, നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആക്കി എടുക്കാം. അങ്ങനെ ചാർട്ട്സ് ആൻഡ് ഡയഗ്രംസ്. ദെൻ ടേബിൾസ്. ഇപ്പോൾ ഡിഫറൻസുകൾ മിക്കവാറും ലോയുടെ ക്വസ്റ്റിനകത്ത് എപ്പോഴും ചോദിക്കുന്നവർ ഡിഫറൻറ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോൺട്രാക്ട് ആൻഡ് എഗ്രിമെന്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബെയിൽമെന്റ് ആൻഡ് സെയിൽ, ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അല്ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിന് അതിന് ഡിഫറൻസ് എഴുതാൻ പറയാം. അല്ലെ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ആയിട്ട് ബില്ല്, അല്ലെ പാർട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസിന്റെ ഡിഫറൻസ്, സ്ട്രൈക്ക് ആൻഡ് ലോക്ക് ഔട്ട് ഡിഫറൻസ്, അങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ ചോദിക്കും. ഈ ഡിഫറൻസ് ഒക്കെ എഴുതുമ്പോൾ വെറുതെ പാരഗ്രാഫായിട്ട് എഴുതി പോവാതെ യൂസ് ടേബിൾസ്. സ്കെയിൽ ഉപയോഗിച്ച് 3 കോളംസ് വരയ്ക്കുക. ഫസ്റ്റ് കോളം പോയിന്റ് ഓഫ് ഡിഫറൻസ്, ദെൻ ആ ഡിഫറൻസിനുള്ള 2 കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ സമ്മറൈസ് എഴുതാൻ പറ്റും. വലിയ വലിയ സെന്റൻസുകളില്ലാതെ വരയ്ക്കാനുള്ള സമയം നഷ്ടപ്പെടുമെങ്കിൽ പോലും പിന്നെ നിങ്ങൾ സെന്റൻസുകൾ എഴുതുന്നതിൻ്റെ ആ ഒരു സമയം കുറഞ്ഞു കിട്ടും. അതിനു വേണ്ടിയിട്ട് ടാബുലാർ ഫോമിൽ ഡിഫറൻസ് ഒക്കെ എഴുതാൻ ശ്രമിക്കുക. ടേബിൾസ് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഇക്വേഷൻസിനെ ഞാൻ പറഞ്ഞു. ഉദാഹരണം, നിങ്ങൾ ആദ്യത്തെ കോൺട്രാക്ടിന്റെ മീനിങ് പറയുമ്പോഴും കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു അഗ്രിമെന്റ് പ്ലസ് ലീഗൽ എൻഫോഴ്സിബിലിറ്റി, അല്ലെങ്കിൽ അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്, അങ്ങനെയുള്ള വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ അത് അനുയോജ്യമായ സ്ഥലങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചാർട്ടുകളും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ചാർട്ടുകളും ഡയഗ്രംസും അവസാനം പറഞ്ഞ രീതിയിലുള്ള ഇക്വേഷൻസ് അനുയോജ്യമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേംസ് കോയിൻ ചെയ്യാം, അത് എഴുതാം. ഇതാണ് അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലോയ്ക്ക് നിയമത്തിന് മാർക്ക് വാങ്ങാനുള്ള നിയമങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു ഓർക്കുക. നിങ്ങളുടെയും ക്ലാസ്സിൽ അധ്യാപകർ പറഞ്ഞു തരും. ഇത് പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സെക്ഷൻസ് പ്രധാനമാണ്. സെക്ഷൻ 2 തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള പ്രൊവിഷൻസിലുള്ള എല്ലാ സെക്ഷൻ 2 പ്രാധാന്യം വെച്ചാൽ ഡെഫിനേഷൻസ് ചോദിക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റനായിട്ടും അല്ലെങ്കിൽ പാർട്ട് എയിലും പാർട്ട് ബിയിലും ഒക്കെ ഉള്ള ഷോർട്ട് ക്വസ്റ്റൻസ് എപ്പോഴും ഡെഫിനേഷൻ ബേസ്ഡാണ് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഡെഫിനേഷൻസ് അതുവേണ്ടി നോക്കണം. എസ് ഒക്കെ എഴുതുമ്പോൾ അവിടെ ചില ഡെഫിനേഷൻ വേണം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടേംസ് ചോദിക്കുമ്പോൾ പലപ്പോഴും ഡെഫിനേഷൻ ഓഫ് ടേംസ് ആൻഡ് ഡിഫറൻസ് ആയിട്ട് ചോദിച്ചു വരുന്നത്. അപ്പോൾ സെക്ഷൻ 2 ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 1 ഓർക്കേണ്ട ഒറ്റ കാര്യത്തിനുള്ളൂ, ഫീച്ചേഴ്സ് ചോദിച്ചിട്ട് എഴുതാൻ വേണ്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ക്വസ്റ്റിനകത്തൊക്കെ ചിലപ്പോൾ ആ വർഷവും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വന്നേക്കാം, അല്ലെങ്കിൽ പേരൊക്കെ ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്ഷൻ 1 വേണം. പ്രത്യേകിച്ചും വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ആക്ട് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ, സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ആക്ട് ക്വസ്റ്റ്യൻ വന്നാൽ പ്രിയാമ്പിളും സെക്ഷൻ 1 അവിടെ പ്രയോജനപ്പെടും. പിന്നെ സെക്ഷൻ 2 ഡെഫിനേഷൻസ് ചോദിച്ചാൽ എഴുതാം, എസ്സേയുടെ ഭാഗമായിട്ട് എഴുതാം, വ്യത്യാസങ്ങൾ ചോദിച്ചാൽ എഴുതാം. പിന്നെ സെക്ഷൻ 3 മുതലാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്. അപ്പോൾ ആ പ്രൊവിഷൻസ് എഴുതുമ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ എഴുതി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വേണം എഴുതാനായിട്ട്. ആദ്യം വേണ്ടത് സെക്ഷൻ കോട്ട് ചെയ്യണം, അനുബന്ധമായിട്ടുള്ള കേസ് ലോകൾ എഴുതണം, അനുബന്ധമായിട്ടുള്ള എക്സാമ്പിൾസ് പറയണം. അതുപോലെ തന്നെ അനുബന്ധമായിട്ട് വരുന്ന ഏതെങ്കിലും ലീഗൽ മാക്സിംസ് അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസ് ഉണ്ടെങ്കിൽ, ഗ്രീക്ക് വേർഡ്സ് ഫ്രൈസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അധ്യാപകർ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് വലിയ വലിയ ബുക്കുകളൊക്കെയാണ് ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യം ഈ സെക്ഷനും അതുപോലെ തന്നെ കേസിലായി എക്സാമ്പിളൊക്കെ ഒത്തിരി കാണും, ഇതുപോലുള്ള വാക്കുകളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ നമ്മുടെ സിലബസ് അനുസരിച്ച് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന ആ ലീഗൽ മാക്സിം എങ്കിലും എഴുതിച്ച് പഠിക്കും. അതിന് പ്രത്യേക നോട്ട്ബുക്കോ അല്ലെങ്കിൽ ബുക്കുകളോ ഉപയോഗിക്കുന്നതിനാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സെക്ഷൻസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ, കേസിനോടൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഓരോ ദിവസം പഠിക്കുന്ന ആഡ് ചെയ്ത് പോകാനകത്ത്. അതുപോലെ ലീഗൽ ഡിസിഷൻസിന്റെ ഒപ്പം തന്നെ ഈ നമ്മുടെ എക്സാമ്പിൾസ് കൂടുതലുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പോകാം. നല്ല നല്ല എക്സാമ്പിൾസ് കിട്ടും, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന എക്സാമ്പിൾസ് എഴുതി പോകാം, ലിസ്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസിന്റെ ഒരു ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കി പോകും. അപ്പോൾ അതൊന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചാർട്ട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ആ തരത്തിൽ നമുക്ക് മാർക്ക് നേടാം. ഇനി ഒരു കാര്യം കൂടി, ഒന്നല്ല രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്നുകൂടെ പറയാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ലേൺഡ് ജഡ്ജസ് അല്ലെങ്കിൽ ഈ ലീഗൽ എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചില കേസ് ലോയിൽ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Acceptance is to an offer what a lighted match is to a train of gunpowder. Acceptance പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതാണ്. Acceptance is to offer what lighted match is to a train of gunpowder. ഒരു ഓഫർ അക്സെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന് പിൻവലിയാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു എക്സാമ്പിളാണത്. ആൻസൺ എന്ന് പറയുന്ന നിയമജ്ഞൻ പറഞ്ഞൊരു സെനൻസ് ആണത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അക്സെപ്റ്റൻസ് ഈസ് ടു ഓഫർ വാട്ട് എ ലൈറ്റഡ് മാച്ച് ഈസ് ടു എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. വെടിമരുന്നിന്റെ ഒരു നിരയിൽ കത്തിച്ചു വെച്ച് തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. അതേപോലെ ഒരു സ്ഫോടനം ഉറപ്പാണ്. അതല്ലെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു വെടിമരുന്ന് നനയ്ക്കണം, അല്ലെങ്കിൽ തീപ്പെട്ടി അവിടുന്ന് മാറ്റി അവിടുന്ന് ഒഴിവാക്കണം. അതുപോലെ കോൺട്രാക്ട് ആയി മാറുന്നത് എപ്പോഴാണ്? വെൻ ദ ഓഫർ ഈസ് അക്സെപ്റ്റഡ്. ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ പിൻവലിയാൻ, വേണ്ട റിവോക്ക് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അത് ചെയ്തില്ലെങ്കിൽ അത് കോൺട്രാക്ട് ആയിട്ട് മാറും. അതിന്റെ ഫലം രണ്ടു കൂട്ടർക്കും അനുഭവിക്കണം, അല്ലെങ്കിൽ നേട്ടം രണ്ടു കൂട്ടർക്കും ഉണ്ടാവും. കോടതിയിൽ പോയി കേസായി അതിന്റെ അനന്തരഫലങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും നേട്ടം ഉണ്ടായേക്കാം. എന്തായാലും പിൻവലിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കോൺട്രാക്ട് ആയി മാറും എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു കൊട്ടേഷനാണ് ആൻസൺ പറഞ്ഞത്. അക്സെപ്റ്റൻസ് ഈസ് ടു ആൻ ഓഫർ വാട്ട് എ ലൈറ്റഡ് മാച്ച് ഈസ് ടു ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. അതുപോലെ തന്നെ കൺസിഡറേഷൻ പഠിക്കുമ്പോഴും ക്യൂറി വേഴ്സസ് മിസ് എന്ന കേസിൽ അതിന്റെ ബെനിഫിറ്റ് അഡ്വാൻറ്റേജ് കൺസിഡറേഷൻ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഓഡിറ്റർ ഈസ് നോട്ട് എ വാച്ച് ഡോഗ്, ഓഡിറ്റർ ഈസ് ഓൺലി എ വാച്ച് ഡോഗ്, ഹീസ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന സ്റ്റോക്കിന്റെ വാല്യൂസ് സംബന്ധിച്ച് കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കേസ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കാവുന്ന കുറേയധികം കൊട്ടേഷൻസ് പല ജഡ്ജസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിയമജ്ഞർ പറഞ്ഞിട്ടുള്ള, ജഡ്ജസ് പറഞ്ഞിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ തന്നെ ലോയുടെ മീനിങ് പഠിച്ച സമയത്ത് ലോയുടെ ഡെഫിനിഷൻ ബ്ലാക്ക് സ്റ്റോൺ, സാൽമണ്ട്, ആൻസൺ, ഹോളണ്ട്, അങ്ങനെ പലരെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കൊട്ടേഷൻസും ആവാം. അപ്പോൾ ഏതെങ്കിലും ഓതേഴ്സ് പറഞ്ഞ കൊട്ടേഷൻസ്, നിയമവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട എക്സ്പേർട്സ് പറഞ്ഞ അല്ലെ ഓതേഴ്സ് പറഞ്ഞ സെന്റൻസുകൾ, നിയമജ്ഞർ പറഞ്ഞിട്ടുള്ള സെന്റൻസുകൾ, അല്ലെ ലീഗൽ എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ള സെന്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കോട്ട് ചെയ്യാം. കോട്ട് ദ ഡിസിഷൻസ് ഇൻ important cases or the quotations of important learned judges or legal experts. Legal experts പറഞ്ഞിട്ടുള്ള, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ acceptance is to an offer what a lighted match is to a train of gun powder എന്ന് പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോണിന്റെ ആൻസിന്റെ ഒക്കെ ഡെഫിനിഷൻ പോലെയുള്ള, അല്ലെങ്കിൽ ക്യൂറി വേഴ്സസ് മെസായിൽ നമ്മുടെ കൺസിഡറേഷൻ മീനിങ് പറഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കേസിൽ ഓഡിറ്റർ ആരാണെന്ന് പറഞ്ഞിരിക്കുന്ന പോലുള്ള കൊട്ടേഷൻസ് പറ്റുമെങ്കിൽ കോട്ട് ചെയ്യും. അപ്പോൾ ഓരോ നിയമം പഠിക്കുമ്പോഴും ആ നിയമത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ അതൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ എപ്പോഴും എഴുതി വെക്കാൻ പറ്റും.
ഏതെങ്കിലും നല്ല കൊട്ടേഷൻസിന്റെ ബുക്കിനകത്ത് ചിലപ്പോൾ ലീഗലായിട്ടുള്ള കൊട്ടേഷൻസ് കണ്ടാലോ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ മിക്കവാറും ഓരോ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പും അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ താഴെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കും ബോക്സിനകത്ത്. നല്ല ടെക്സ്റ്റ് ബുക്കുകളിനകത്തൊക്കെ ഓരോ ചാപ്റ്ററും തുടങ്ങുമ്പോൾ നല്ലൊരു കൊട്ടേഷൻ പറഞ്ഞിട്ടാണ് ആരംഭിക്കുക. അതിനകത്ത് ചിലപ്പോൾ നമുക്ക് അനുയോജ്യമായ കൊട്ടേഷൻസ് ഉണ്ടാവാം. അതുമൊക്കെ ഒന്ന് പ്രത്യേകം കുറിച്ച് വെച്ചാൽ അതിനൊക്കെ സമയം ഇതിന് കളയണമെന്ന് ചോദിക്കരുത്. സമയം കണ്ടെത്തിയുള്ള ഗുണം മാർക്ക് വരുമ്പോൾ അറിയാം. ഇതൊന്നും ഒരു വേസ്റ്റ് അല്ല. ലോയുടെ ആൻസർ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ മാത്രം മാർക്ക് കിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ചേർക്കണം. മേമ്പൊടി ചേർക്കണം, ആഭരണങ്ങൾ എടുത്ത് അണിയണം. എന്തൊക്കെ ആഭരണങ്ങളായി? ഒന്നാമത്തേത് നമ്മുടെ സെക്ഷൻ, രണ്ടാമത്തേത് കേസ് ലോസ്, മൂന്നാമത്തേത് ലൈവ് എക്സാമ്പിൾസ്, നാലാമത്തേത് ലീഗൽ മാക്സിംസ്, അഞ്ചാമത് ചാർട്ട് ഡയഗ്രാംസ് തുടങ്ങിയവ, അഞ്ചാമത്തേത് കൊട്ടേഷൻസ് ഓഫ് ലേൺഡ് ജഡ്ജസ് ഓർ ഇമ്പോർട്ടൻറ്റ് ഓതേഴ്സ്. ഇനി ലാസ്റ്റ് വൺ, ബി സിസ്റ്റമാറ്റിക്. ലോയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ പഠനത്തിൽ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അത് എഴുതുന്ന കാര്യത്തിൽ സിസ്റ്റമാറ്റിക് ആയിരിക്കും. എഴുതുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഓർത്താൽ സിസ്റ്റമാറ്റിക് ആവും. വേണ്ടത് മാത്രം എഴുതുക, വലിച്ചു വരെ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. ആൻസർ ടു ദ പോയിന്റ്. അതിനേക്കുള്ള വരി പഠനത്തിൽ സിസ്റ്റമാറ്റിക് ആവും. പണ്ടുപോലെ നിങ്ങൾ കേൾക്കുന്നതാണ് അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക. പക്ഷെ പല വിഷയങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. പരീക്ഷയുടെ തലേന്ന് തലയും കുത്തി നിന്ന് പഠിക്കുന്ന രീതി, പരീക്ഷയുടെ തലേന്ന് തലയും കുത്തി നിൽക്കുക എന്നാണ് ഞാൻ സാധാരണ പറയുക. ആ രീതി സ്വീകരിച്ചാൽ ലോയ്ക്ക് മാർക്ക് കിട്ടില്ല. ലോ, ബിസിനസ് ലോ ആയാലും അനുബന്ധമായിട്ട് മറ്റു ലോകളായാലും, ബിസിനസ് ലോ, സൈബർ ലോ, അല്ല നമ്മുടെ കമ്പനി ലോ, ഇൻഡസ്ട്രിയൽ ലോ, ലേബർ ലോ തുടങ്ങി ഏത് ലോ പഠിക്കുന്ന സമയത്തും അത് ക്ലാസ് തുടങ്ങുന്ന അന്ന് മുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് നോട്ട് കുറിച്ച്, ഞാനീ പറഞ്ഞ പോലെ അതിനകത്ത് വരുന്ന ആക്ടുകൾ, സെക്ഷൻസ്, ആ ഓരോ ആക്ടിലുള്ള സെക്ഷൻസ്, കേസ് ലോകൾ, എക്സാമ്പിൾസ്, ഇതെല്ലാം പ്രത്യേകം കുറിച്ച് വെച്ച് അതിൻ്റെ ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി ഒന്ന് പഠിച്ചു നോക്കുക. യു വിൽ ഗെറ്റ് 10% മാർക്ക്. അക്കൗണ്ടൻസി പോലെ, നമ്മുടെ കോസ്റ്റിംഗ് പോലെ, പല മാത്തമാറ്റിക്സ് പോലെ, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ 90% അതിന് മേളിലോ മാർക്ക് 100% മാർക്ക് വരെ വാങ്ങിക്കാവുന്ന ഒരു പേപ്പറാണ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ലോ. അതിന് ഇന്ന് മുതൽ ശ്രമിക്കുക. അതിനുള്ള ചില ടിപ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടെ ആ ഓരോ ടിപ്പും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഫസ്റ്റ് വൺ, സെക്ഷൻ. നിയമം പഠിക്കാനും നിയമത്തിന് മാർക്ക് വാങ്ങിയാൽ ഒന്നാമത്തെ നിയമം സെക്ഷൻ, രണ്ടാമത്തെ കേസ് ലോസ് ഓർ ലീഗൽ ഡിസിഷൻസ്, മൂന്നാമത്തെ ലൈവ് എക്സാമ്പിൾസ്, നാലാമത്തെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, 5 charts, diagrams, etc. Then quotations of learned judges and experts and also others. And finally, a systematic approach. അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, എനിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന പല ബുക്കുകളും കേരള യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് നമുക്ക് KGC സാറിൻ്റെ ഉണ്ട്. ആ ബുക്കിൻ്റെ പേരുകൾ തന്നെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു എന്നതാണ്. സാർ അറിഞ്ഞിട്ടിരിക്കുന്നൊരു പേരാണ്. നിങ്ങൾ പഠനം ആ രീതിയിൽ തന്നെ ആക്കുക. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു യുവർ സ്റ്റഡീസ്. സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട്, ആ വിഷയം ഇഷ്ടപ്പെട്ടുകൊണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആ വിഷയത്തെ വേണ്ട രീതിയിൽ സ്നേഹിച്ച് താല്പര്യത്തോടെ മുന്നോട്ട് പോയാൽ, അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. അതിന് ബിൽഡ്സ് അപ്രോച്ച് എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ ബേസ്, 2 ഇൻട്രസ്റ്റ്, 3 ലൈക്ക് ദ സബ്ജക്ട്, ദെൻ ലൈക്ക് ദ ടീച്ചർ ആൻഡ് ബി സിസ്റ്റമാറ്റിക്. ബിൽഡ്സ് അപ്രോച്ച് ഫോർ സ്റ്റഡിങ് ലോ ഓർ എനി അതർ സബ്ജക്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് എ ഗുഡ് ബേസ്. അപ്പോൾ ബിസിനസ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബിസിനസ് ലോ പഠിക്കാൻ പറ്റും. അപ്പോൾ ലോയുടെ ഒരു ബേസ് വേണം. ലോ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ ഒറിജിൻ, അങ്ങനെ ഒരു ബേസ്, അല്ല അതിന് ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു ബേസ്, അങ്ങനെ ഒരു ബേസ് ഉണ്ടെങ്കിലേ നമുക്ക് ലോ പഠിക്കാൻ പറ്റും. സോ ദർ ഷുഡ് ബി എ ബേസ്. ഇപ്പോൾ നോൺ കോമേഴ്സ് സ്റ്റുഡൻസും BCom-നൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ BBA-ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ അല്ലെങ്കിൽ നോൺ കോമേഴ്സ് സ്റ്റുഡൻറ്റ് MBA-ക്ക് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് വന്നാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് ബേസ്, 2 ഇൻട്രസ്റ്റ്, then love the subject, then like the teacher and be systematic approach, that is builds approach. അപ്പോൾ ലോയ്ക്ക് ആ ഒരു ബിൽഡ്സ് അപ്രോച്ച് സ്വീകരിക്കുക. ഞാനീ പറഞ്ഞ നിയമം പഠിക്കാനുള്ള നിയമങ്ങൾ ഓർക്കുക. യു ക്യാൻ സക്സീഡ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.